അവസ്ഥ. ഞാൻ എപ്പോഴും പറയും, ഇന്നത്തെ കോൺഗ്രസ് ഒക്കെ ശരിക്കും പറയും ഞങ്ങള് ഗാന്ധിയൻ മാർഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നൊക്കെ പറയും. ശരിക്ക് ഇന്നത്തേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ സംഘപരിവാര ഫാസിസത്തിന് കുഴലൂതിക്കൊണ്ട് നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് കോൺഗ്രസിന്. പാവം ഗാന്ധി, മഹാത്മാഗാന്ധി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ ചതിയന്മാരാം കോൺഗ്രസിന്റെ മണ്ടയടിച്ചു പൊളിച്ചേനെ. ഇതാ കോൺഗ്രസ്സുകാരോട് പറയുള്ളത്. ഇവിടെ 2 ടേമില് ഇവിടെ PV Anwar MLA CPM-ന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തിയിട്ട് അതിനെതിരെ കാമാന്ന് അക്ഷരം ഉരുവിടാതെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെ തുറന്നു കാണിക്കാൻ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് നിലമ്പൂരിൽ ഒരല്പമെങ്കിലും സാധിച്ചിരുന്നുവെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടാവൂലേ? ആ വന്യമൃഗ ശല്യം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്താൻ ഉണ്ടാവൂലേ? ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ആര്യാട ഷൗക്കത്തിന്റെ ഒരു റീൽസ് കണ്ടു. ആര്യാട ഷൗക്കത്തിന്റെ റീൽസ് എന്താണെന്നറിയോ? ചെറിയ റീൽസാ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. DFOക്ക് വിളിക്കാണ്. DFOക്ക് ഞാൻ ആര്യാട ഷൗക്കത്താണ്, DFO അല്ലേ, ഇവിടെ എങ്ങനെ വന്യമൃഗ ശല്യം ഉണ്ട്, നിങ്ങൾക്കിത് നോക്കാൻ നേരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് ഇട്ടത് കണ്ടു. കോൺഗ്രസ് ഭരിച്ച മണ്ഡലം. ആ കോൺഗ്രസ് ഭരിച്ച മണ്ഡലത്തിൽ മറ്റൊരു ഭരണം വന്നപ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ ഇപ്പോൾ വന്ന് റീൽസ് എന്ന കപടതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ പറയുന്നത് പച്ചയായ നിലമ്പൂരിന്റെ രാഷ്ട്രീയമാണ്. പച്ചയായ നിലമ്പൂരിന്റെ രാഷ്ട്രീയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കോലത്തിലാണ്. എന്നിട്ട് ഈ SDP എന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരാളെ ആന കുത്തിക്കൊന്നു. ആന കുത്തിക്കൊന്നപ്പോ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ നടത്തിയ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് SDP അല്ലേ? ഹർത്താൽ നടത്തിയ പാർട്ടി SDP ആണ്. ആ ഹർത്താൽ നടത്തിയതിനെതിരെ ഭരണകൂടം എന്തായാലും ഇതിനെതിരെ നിൽക്കും. പോലീസ് സംവിധാനങ്ങളൊക്കെ എതിരെ നിൽക്കും, ഉറപ്പാ. ആ ഹർത്താൽ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളത് പച്ചയായ സത്യമല്ലേ? കാപട്യമാണ് ഇവർക്ക്, കപടത. എന്നിട്ട് ഇപ്പൊ പോയിട്ട് റീൽസ് ഇടുക. ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ച പാർട്ടിയാണ് SDP. നമുക്ക് കപടതയില്ല. പച്ചയായി സമൂഹത്തിന്റെ മുമ്പിൽ അത് സുഡാപ്പി എന്ന് വിളിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 സുഡാപ്പിയാണ് ഈ പറയുന്ന യാസർ പൂക്കോട്ടുംപാടം. ഡെയിലി സുഡാപ്പിസം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞാലും 1 മാസത്തോളം ഇന്നെ ഏറി കയറ്റാൻ 2 മുന്നണികൾ ഉണ്ടാവും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്നെ നല്ലോണം വേട്ടയാടും. ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെ വേട്ടയാടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിലൊരു പ്രശ്നമില്ല. പക്ഷേ നിലമ്പൂരിന്റെ രാഷ്ട്രീയം, നിലമ്പൂര് മനസ്സിലാക്കുന്ന ആ ഒരു പച്ചയായ യാഥാർത്ഥ്യത്തെ പറയാൻ എന്തിനാണ് കൂട്ടരെ മടി? അവിടെയാണ് SDP ഈ നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.